സാർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വാർത്തകളുടെ വലിയ കുത്തൊഴുക്ക് തന്നെയായിരുന്നു. അത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ തേടി ഇ ഡി വന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും, സാമൂഹ്യ മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തത് ആ ഒരേ വിഷയം തന്നെയായിരുന്നു. CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ 2026 തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം നേരിടേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ, കേവലം 35 സീറ്റിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ദയനീയമായ തോൽവിയായി, നാണക്കേടിൻ്റെ തോൽവിയായി. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ എതിർപ്പുണ്ടായിരുന്നിട്ടും പിണറായി വിജയൻ്റെ കൂടി വോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ വീണ്ടും പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വരുന്നത് കണ്ടു. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ തെരഞ്ഞെടുത്തു. എന്നാൽ അപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെൻറ് ഹൗസിലേക്ക് താമസം മാറാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. ക്ലിഫ് ഹൗസിൽ വളരെ രാജകീയമായ ആഡംബര പ്രൗഢിയോടുകൂടി താമസിച്ചിരുന്ന 40 ലക്ഷം രൂപ മുടക്കി AC പശുത്തൊഴുത്തും അതുപോലെ സ്വിമ്മിംഗ് പൂളും ക്ലിഫ് ഹൗസിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറാൻ വേണ്ടി ലിഫ്റ്റുമെല്ലാം പിടിപ്പിച്ചിരുന്ന അത്യാഡംബരപൂർവമായ ജീവിതം നയിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കന്റോൺമെൻറ് ഹൗസിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലെ പരിമിതമായ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് തോന്നിയിട്ടാവാം അദ്ദേഹം തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറുന്നു. ഏതാണ്ട് 4000-നും 5000-നും ഇടയിൽ സ്ക്വയർ ഫീറ്റുള്ള ആ വീട്ടിന് 1 ലക്ഷം രൂപയാണ് വാടക എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം CMRL നിന്നും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 1,72,00,000 രൂപ മാസപ്പടി വാങ്ങിയ കേസിൽ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായതിനെ തുടർന്ന് അതേക്കുറിച്ച് PMLA ആക്ട് പ്രകാരം ED അന്വേഷിക്കാൻ വരുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നേരത്തെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. EDയുടെ അന്വേഷണത്തെ മരവിപ്പിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഹർജി നീക്കം ചെയ്തതോടുകൂടി പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ പിണറായി വിജയനെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് തോക്കേന്തിയ കമാൻഡോസാണ്, ഞങ്ങൾ ED റെയ്ഡിനെത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അവിടെ ED റെയ്ഡ് നടത്തിയത്. ഏതാണ്ട് 8.5 മണിക്കൂർ നേരം നീണ്ടു. ഇതിൽ നിന്നും പിണറായി വിജയൻ ഒരു വലിയ പാഠം പഠിച്ചിരിക്കുന്നു. കാരണം ഏതെങ്കിലും വാടക വീട്ടിലേക്കൊക്കെ താമസം മാറുകയാണെങ്കിൽ NIA-യോ അല്ലെങ്കിൽ ED-യോ എന്തിന് കേരള പോലീസിൻ്റെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് റെയ്ഡിനോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണത്തിനോ ഒരു അനുവാദവും കാത്തി നിൽക്കാതെ വീട്ടിലേക്ക് ഇരച്ചു കയറാൻ സാധിക്കും എന്നുള്ളൊരു നഗ്ന സത്യം പിണറായി വിജയൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ കന്റോൺമെൻറ് ഹൗസിലേക്ക് എത്രയും പെട്ടെന്ന് താമസം മാറുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരമാണ്. വാടക വീട്ടിൽ നിന്നും അദ്ദേഹം കന്റോൺമെൻറ് ഹൗസിലേക്ക് താമസം മാറുന്നു. ഇതിൻ്റെ പുറകിൽ കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവിന് Y കാറ്റഗറിയാണ് പ്രൊട്ടക്ഷൻ ഉള്ളത്. ആ കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റ് റാങ്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോലീസോ അല്ലെങ്കിൽ ED-യോ മറ്റുള്ള അന്വേഷണ ഏജൻസികളോ വരുന്നതിന് മുമ്പായിക്കൊണ്ട് DGP-യെ വിവരം അറിയിച്ചിരിക്കണം. മാത്രമല്ല സ്പീക്കറുടെ അനുമതിയും തേടിയിരിക്കണം. ഇതൊരു വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ബാധകമായിരിക്കില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ പിണറായി വിജയൻ ഇപ്പോൾ കന്റോൺമെൻറ് ഹൗസിലേക്ക് താമസം മാറാൻ ഒരുങ്ങുന്നു. പക്ഷേ അവിടെ ഒരു തടസ്സമുണ്ട്. മുഖ്യമന്ത്രിയായ VD സതീശൻ ക്ലിഫ് ഹൗസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറിയിട്ടില്ല. അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ കന്റോൺമെൻറ് ഹൗസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി താമസിക്കുന്നത്. VD സതീശൻ മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കന്റോൺമെൻറ് ഹൗസിലേക്ക് പിണറായി വിജയൻ മാറും എന്നാണ് അറിയുന്നത്. സാർ, ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. 10-40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നാട് നീളെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും അദ്ദേഹം അതീവ സുരക്ഷാ വലയത്തിൽ കഴിയുമ്പോഴുമെല്ലാം അദ്ദേഹം ആരെയൊക്കെയോ കാര്യമായി ഭയപ്പെട്ടിരുന്നു. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ തേടിയെത്തിയ ED-യെ മാത്രമല്ല എന്ന് വേണ്ടേ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. എന്താണ് രാജ്മോഹൻ സാറിന് ഇതിൽ പറയാനുള്ളത്? പിണറായി വിജയൻ എന്തിനെയൊക്കെ ഭയപ്പെടുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു ഭീരുവിൻ്റെ മനഃശാസ്ത്രം അനുസരിച്ച് താനൊരു സ്വയം ഭീരുവാണെന്ന് സമ്മതിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് എടുത്തിരുന്നത്. അത് അംഗീകരിക്കാനോ കാണാനോ കണ്ടില്ല എന്ന് നടിക്കാനോ ആണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ശ്രമിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, ഇത് എപ്പോഴാണ് ഇത് തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കം പറയാം. കോഴിക്കോട് വയനാട് ഭാഗത്ത് നക്സലൈറ്റ് പ്രവർത്തനം നടത്തുന്നു എന്ന പേരിൽ ഏതാനും പേരെ
നമ്മുടെ പോലീസ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകൾ വെടിവെച്ചു കൊന്നു. മാവോവാദികളെ വെടിവെച്ചു കൊന്നു. അപ്പോൾ സ്വാഭാവികമായും മാവോവാദികളുടെ ഭാഗത്തുനിന്ന് എവിടെയെല്ലാം ഇതുണ്ടായിട്ടുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം അട്ടപ്പാടിയിലും കണ്ണൂരിൻ്റെ പിണറായി വിജയൻ്റെ വീടിൻ്റെ പരിസരത്തും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടുള്ള കാടുകളിലുമൊക്കെ ഇവരുടെ സാന്നിധ്യം പിന്നീട് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തു. ആ സന്ദർഭത്തിൽ തുടങ്ങിയതാണ് ഈ പേടി. തന്നെയും ഇവർ വകവരുത്തുമോ എന്നുള്ള പേടി മറ്റാരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഉള്ളിൽ സ്വയം പൊട്ടിപ്പുറണം. ആ പേടി കൊണ്ടാണ് ആരെങ്കിലും അടുത്തേക്ക് ചെല്ലുമ്പോൾ, മുദ്രാവാക്യം വിളിച്ചാണെങ്കിൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ, എന്തിനാ വിമാനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ പോലും ജയരാജനെ പോലെ ഒരു ആചാരഭാഗം അയാൾ കൂടെയുള്ളപ്പോൾ പോലും പേടിയാണ്. എന്നെ കൊല്ലാൻ വന്നാന്നാണ് പറയുന്നത്, എന്നെ വധിക്കാൻ വന്നാന്നാണ്. അതെല്ലാവരും ഏറ്റെടുത്തു. ആ മുദ്രാവാക്യം എല്ലാവരും ഏറ്റെടുത്തു. വീണാ വിജയൻ വരെ അത് ഏറ്റെടുത്തു, ആ പേടിയുടെ മുദ്രാവാക്യം. ആ പേടിയിൽ നയിക്കപ്പെടുന്ന ഇവിടെ കൻ്റോൺമെൻറ്റ് ഹൗസുകൾക്ക് മാറുന്നതിൻ്റെ കാരണം, താങ്കൾ പറഞ്ഞതിൻ്റെ കാരണം, കൻ്റോൺമെൻറ്റ് ഹൗസിനൊരു ഒഫീഷ്യൽ ടാഗുണ്ട്. അവിടെ ആ ടാഗ് ഉള്ളിടത്തോളം കാലം സ്റ്റേറ്റിൻ്റെ പ്രൊട്ടക്ഷൻ, ഗവൺമെൻറ് ഓഫ് കേരളയുടെയും ഗവൺമെൻറ് അത്യാവശ്യം വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും പ്രൊട്ടക്ഷൻ അവിടെ കിട്ടും. മാത്രമല്ല EDO അതുപോലുള്ള ആര് ചെല്ലണമെങ്കിലും പ്രിയോർ പെർമിഷനോടുകൂടി മാത്രമേ അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ കടന്നു ചെല്ലുന്ന സമയത്ത് വേണ്ട മുൻകരുതലെടുക്കാനും പറ്റും. പക്ഷെ ഇവിടെ പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്ന മുഴുവൻ മണ്ടത്തരാണെന്ന് പറയുന്നതിൻ്റെ കാരണം, വാടക വീട്ടിലാണെങ്കിൽ വേറൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഓഫീസിന് വേണ്ടി മാറ്റിവെച്ച ഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ സ്വകാര്യമായിട്ട് ഉപയോഗിക്കാൻ കുറേ സ്ഥലങ്ങൾ കിട്ടുമായിരുന്നു. 2-3 പോലീസുകാരെ കാണുള്ളൂ, സൗകര്യം അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ ചെല്ലുമ്പോൾ പിണറായി വിജയൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ VD സതീശൻ്റെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. പിണറായി വിജയൻ്റെ ഓരോ മൂവ്മെൻറ്റും വാച്ച് ചെയ്യാനും അറിയാനും പറ്റുന്ന സംവിധാനം അവരുടെ കൈവശമുണ്ടായിരിക്കും. ഇനി തൊട്ട് അണ്ടർ സർവൈലൻസ് പറയുന്ന പോലെ, അല്ലെ CCTV നോക്കി നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ, പിണറായി വിജയൻ ഇന്ന് സ്റ്റേറ്റിൻ്റെ കൻ്റോൺമെൻറ്റ് ഹൗസിൽ ചെന്ന് വലത്തുകാലി വെച്ച് കയറുന്നോ ആ സമയം മുതൽ സ്റ്റേറ്റിൻ്റെ അതിഥിയിലും, നോട്ടപ്പുള്ളി എന്ന് പറയുന്നില്ല, മേൽനോട്ടത്തിലുമായിരിക്കും പിണറായി. VD സതീശൻ്റെ റഡാറിലായിരിക്കും. സതീശൻ്റെ റഡാറിലായിരിക്കും. ഇനി വേറെ ഉണ്ട്, റിസർച്ച് കാറ്റഗറി സെക്യൂരിറ്റി മേടിച്ച പലരും പിന്നെ ശ്വാസം മുട്ടുമായിരുന്നു. കാരണം അവരുടെ എല്ലാ മൂവ്മെൻറ്റുകളും അപ്പോൾ അറിയുക, പോലീസ് അറിയുക, വലിയ ഗമയിൽ കൊണ്ടുവരണം. പ്രതിപക്ഷ നേതാവിന് Y കാറ്റഗറി സെക്യൂരിറ്റിയാണ്. അല്ല, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഉദാഹരണം എടുത്തു. വെള്ളാപ്പള്ളി ഇതെങ്ങനെയെങ്കിലും മാറ്റി കിട്ടിയാൽ മതി എന്ന് നടക്കണം. ഈ പോലീസ് അല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ അത് സെക്യൂരിറ്റി ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. അല്ല, അത് ഇവർ തന്നെ റിക്വസ്റ്റ് ചെയ്യാണ്. അതെ, കാരണം വെള്ളാപ്പള്ളി നടേശനൊക്കെ ഒത്തിരി പേരെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും കാണുന്നതാണ്, പിണറായി വിജയനെ കാണുന്നതാണ്, പൗരപ്രമുഖരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, അവരെ സ്വീകരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതൊന്നും നാട്ടുകാരറിയാതെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നൊരു കാര്യം, ഈ മകളുമായി ബന്ധപ്പെട്ട ഇത്തരം ഉള്ള കേസുകൾ, അതുപോലെ ഇനിയും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ലൈഫ് മിഷൻ കേസ്, അതുപോലെ K-ഫോണുമായി ബന്ധപ്പെട്ട സംഭവം, ഈ ലൈഫ് മിഷൻ തന്നെ റെഡ് ക്രസൻറ്റുമായി ബന്ധപ്പെട്ട് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച് കേരളത്തിലേക്ക് കോടികൾ കടത്തി എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ, നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിവരങ്ങൾ അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഷ്ടകാലം പിടിക്കുമ്പോൾ അരയിൽ കിടക്കുന്ന അരഞ്ഞാൺ വരെ പാമ്പായി മാറും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഷ്ടകാലമാണ്, അദ്ദേഹത്തിൻ്റെ ശനിദശ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അതിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് തന്നെയാണ് EDയുടെ തേർവാഴ്ചയുണ്ടായത്. ഏതാണ്ട് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട എല്ലായിടങ്ങളിലും കൃത്യസമയത്ത് സമാനമായ റെയ്ഡ് നടന്നു എന്ന് പറയുമ്പോൾ, ഈ ആനയും അമ്പാരിയും ഇല്ലാതെ, വെൺകെട്ടുകുടയും ചത്രചാമരങ്ങളൊന്നും ഇല്ലാതെ രാജകീയ ചക്രവർത്തിയായി വാണിരുന്ന പിണറായി വിജയന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടി തന്നെയായിരുന്നു EDയുടെ റെയ്ഡ്. പിണറായി വിജയൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടാകില്ല ഇതുപോലൊരു റെയ്ഡ്. പിണറായി മുക്കിലുള്ള, പാണ്ഡ്യാല മുക്കിലുള്ള പിണറായിയിലെ സ്വന്തം വീട്ടിലും, അതുപോലെ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കോട്ടൂളിയിലുള്ള വീട്ടിൽ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വാടകയ്ക്ക് താമസിച്ച ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലെല്ലാം 8.5 മണിക്കൂർ നീണ്ട് ഒരു റൈഡ് നടക്കുക എന്ന് പറഞ്ഞത് പിണറായി വിജയന് സ്വപ്നേബി വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതിൽ നിന്നും പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു, ഇത് തുടക്കം മാത്രമാണ്. ഇനിയും അന്വേഷണ ഏജൻസികൾ ഒന്നിനു പുറകെ ഒന്നായി വരാൻ സാധ്യതയുണ്ട്. ED തന്നെ ഇനിയും സമൻസുമായി എത്തും. അല്ല എന്നുണ്ടെങ്കിൽ സമാനമായ പല
ചോദ്യം ചെയ്യൽ നടപടികളിലേക്കെല്ലാം നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലായിരിക്കുന്നത്. CMRൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു വലിയ അഭിഭാഷകരെ, കോടിക്കണക്കിന് മൂല്യമുള്ള അഭിഭാഷകരെയൊക്കെ ഇറക്കി ഹർജി കൊടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിങ്കളാഴ്ച അവരുടെ ഹർജി പരിഗണിക്കും. അങ്ങനെയെങ്കിൽ അന്ന് കോടതി ഇപ്പോൾ നടക്കുന്ന ED അന്വേഷണത്തിന് തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെയും മകളുടെയും കാര്യം കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകും. EDയെ ആക്രമിച്ച കേസ് വേറെ നിൽക്കുന്നു. എല്ലാം കൂടിയാകുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയണം എന്നുണ്ടെങ്കിൽ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് പോയാലേ സാധിക്കൂ. കാരണം അങ്ങനെയാകുമ്പോൾ DGPയുടെ ഒരു പെർമിഷൻ മേടിച്ചിട്ട് തന്നെയായിരിക്കും ഔദ്യോഗിക വസതിയിലേക്ക് EDയോ അന്വേഷണ ഉദ്യോഗസ്ഥർ വരാൻ സാധ്യത. അങ്ങനെയെങ്കിൽ മുൻകൂട്ടി കാര്യങ്ങൾ അറിയാം എന്നുള്ളൊരു സാധ്യത മാത്രമാണ്. ഇനിയിപ്പോൾ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് മാറിയാലും EDയോ NIAയോ ഒക്കെ വന്ന് പരിശോധന നടത്തുന്നതിന് യാതൊരു തരത്തിൽ തടസ്സങ്ങളും ഉണ്ടാവില്ല. പക്ഷേ അത് കാലയെക്കുട്ടി അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. പിണറായി വിജയൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ സമയം കിട്ടാതെയാണ് ED ഉദ്യോഗസ്ഥർ അവിടെ റെയ്ഡ് നടത്തിയത്. വന്ന വഴി ഫോണെല്ലാം പിടിച്ചു വെച്ചു എന്നുള്ളത് വളരെ വാസ്തവം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകളായിരുന്ന വീണ വിജയൻ്റെ ഫോൺ പിടിച്ചുകൊണ്ടുപോയി, നിരവധി ബാങ്ക് റെക്കോർഡ്സുകൾ പാസ്ബുക്കൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കാരണവശാലും ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ്. കാരണം മുഖ്യമന്ത്രി എന്ന രീതിയിൽ നാട് നീളെ ഇങ്ങനെ 41കാരൻ്റെ അകമ്പടിയോടുകൂടി തേരാപാര ചീറിപ്പാഞ്ഞ് പോകുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് അപ്രാപ്യനായിരുന്നു മുഖ്യമന്ത്രി. എന്തിന് നവകേരള സദസ്സ് നടത്തുമ്പോൾ പോലും നിവേദനങ്ങൾ കൊടുക്കാൻ എത്തുന്ന ആളുകൾ ആ ഹാളിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് വച്ചിട്ടുള്ള പരാതിപ്പെട്ടിയിൽ പരാതിയിട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെയായിരുന്നു. ജനങ്ങളെ എപ്പോഴും ഒരു 10 മീറ്റർ അകലെ നിർത്തിക്കൊണ്ട് കാണാനാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ പിണറായി വിജയൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തോ ഒരു രൂഢാമൂലമായ ഒരു ഭയം പിടികൂടിയിരുന്നു എന്നാണ് പലരും പറയുന്നത്. മൺമറഞ്ഞ ഇറാഖിൻ്റെ നേതാവായിരുന്ന സദ്ദാം ഹുസൈൻ അടക്കമുള്ള ആളുകൾക്ക് ഇത്തരം ഒരു വിചിത്രമായ മാനസിക അസുഖം ഉണ്ടായിരുന്നു. തന്നെ ആരൊക്കെയോ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു എന്നാണ് പിൽക്കാലത്ത് കാലം രേഖപ്പെടുത്തിയത്. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് അത്തരത്തിലുള്ള ഏതെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ സമാനമായ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അത് തന്നെയാണ്. അദ്ദേഹം എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് താമസം മാറ്റിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട, മകളുമായി ബന്ധപ്പെട്ട CMRലിൻ്റെ ഈ കോഴ ഇടപാടിൽ ഫെമ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും NIA കൂടി ഇതിലേക്ക് അന്വേഷണം വരും. കാരണം പിണറായി വിജയൻ്റെ മകളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പിണറായി വിജയൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. വിവിധ അക്കൗണ്ടുകളിലായി 19 കോടിയോളം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തുകയാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്, മരവിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു, ഏതെല്ലാം വകുപ്പിൽ വന്നു, അത് വിദേശവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, അങ്ങനെയെങ്കിൽ ഫെമ നിയമലംഘനം അതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ NIA വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും EDയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം വരാൻ സാധ്യതയുണ്ട്. പിണറായി വിജയൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള നാളുകൾ ഒരു കാരണവശാലും ശോഭനമല്ല. അതിപ്പോൾ അദ്ദേഹം കന്റോൺമെൻറ്റ് ഹൗസിലോ അല്ലെങ്കിൽ ഏത് വൈകുണ്ഠത്തിൽ പോയി താമസിച്ചാലും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. തീർച്ചയായും ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയനോ മുഖ്യമന്ത്രി എന്ന രീതിയിൽ VD സതീശനോ ഇക്കാര്യത്തിൽ കൂടുതലായി എന്തെങ്കിലും ഇടപെട്ട് നിയമപരമായി ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല എന്ന് നിയമവൃത്തങ്ങളും സൂചിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ വെട്ടിലാവുന്നു. അതിനിപ്പോൾ കന്റോൺമെൻറ്റ് ഹൗസിലായാലും കൊള്ളാം, മറ്റേതെങ്കിലും അതീവ സുരക്ഷിതയുള്ള ഏതെങ്കിലും ദ്വീപിലായാലും പിണറായി വിജയന് പിടിവീഴും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കൾ സദ്ദാം ഹുസൈൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ കാര്യം കൂടെ പറയാം. സദ്ദാം ഹുസൈൻ ഇറാഖിലെ അമേരിക്കൻ സൈന്യത്തിന് പിടികൊടുക്കാതെ ഒളിച്ചു മാറുകയായിരുന്നു. ആ സമയത്ത് സീൽ എന്ന് പറഞ്ഞ അമേരിക്കൻ കമാൻഡോസിൻ്റെ ഒരു വിഭാഗമുണ്ട്. അതിൻ്റെ കമാൻഡർ പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. സദ്ദാം ഹുസൈൻ പസഫിക്കിൻ്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചാലും, ഹിമാലയത്തിൽ എവറസ്റ്റിൻ്റെ മുകളിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടി പിടിച്ച് വേണ്ട ശിക്ഷ, അറിയിക്കുന്ന ശിക്ഷ ഞങ്ങൾ കൊടുത്തിരിക്കും. ഇതോടുകൂടി സദ്ദാം ഹുസൈൻ പിടികൊടുക്കുന്ന അവസ്ഥ, സദ്ദാം ഹുസൈൻ്റെ മൊത്തം സമനില തകരുകയാണ്, തെറ്റുകയാണ്. ഇത് തന്നെയാണ് പിണറായി വിജയനും പറ്റിയിരിക്കുന്നത്. 2 പേടിയുണ്ട്. ഒന്ന് ഇവരെ കൊന്ന പേടി, പിന്നെ ഈ ED എന്ത് ചെയ്യും. ഇത്ര നാളെ എത്രയോ പേരെ പീഡിപ്പിച്ചിരിക്കുന്നു. അത് മുഴുവനും കൂടെ ഇങ്ങേരുടെ മനസ്സിലേക്ക് ഓടി വരിക. ഞാൻ വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ടുള്ള പലരുടെയും പ്രേതങ്ങളും ആത്മാക്കളും ഇങ്ങേരുടെ ചുറ്റും കറങ്ങുന്ന പോലെ തോന്നും. അതാണ് അദ്ദേഹത്തിൻ്റെ ഭയം. ആ ഭയമാണ് അദ്ദേഹത്തെ കൊണ്ട് പല തെറ്റുകളും ചെയ്യിക്കാനും കാരണമായത്. ആ ഭയത്തെ ഭംഗിയായി മുതലെടുത്ത CMOയിലെ ശശിയും
ജോൺ ബ്രിട്ടാസും ഒക്കെ ഉണ്ട്, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. അത് ഈ ഭയത്തെയാണ് പിണറായി വിജയൻ പേടിക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് ഭയത്തിനെ അതിജീവിക്കാൻ പറ്റും എന്ന് മറ്റേ പുള്ളി ഒളിച്ചിരുന്ന പോലെ രാജാവ് സദ്ദാം ഹുസൈൻ സദ്ദാം ഹുസൈൻ ഒളിച്ചിരുന്ന പോലെ ഇദ്ദേഹവും ഒളിച്ചിരിക്കാൻ നോക്കി. അല്ല, എന്തായാലും ഈ അധികാര ദുർവിനിയോഗം നടത്തുന്ന എല്ലാ ഭരണാധികാരികൾക്കും കാലം കരുതി വച്ചിരിക്കുന്ന ഒരു നീതിയുണ്ട്. ആ കാവ്യനീതി എപ്പോഴാണ് നടപ്പാക്കുക എന്നുള്ളത് കാലം തന്നെ അതിനൊരു സമയം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ സമയം എപ്പോഴാണ് എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ അറിയാനുള്ളത്. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.